ഞാൻ അനുഭവിച്ചതും അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യണം, അതിന് പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. നമ്മളത് പറഞ്ഞിട്ടും നമ്മളത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന് സീനാവും. ഓക്കെ, ഞാൻ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ പെൺകുട്ടിയാണ്, നീ അടങ്ങി ഒതുങ്ങിയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഇനി മാറി പുറത്തേക്ക് വരണം. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആൾക്കാർ ഭയങ്കര അഹങ്കാരികളാണ്, തോന്നിവാസിയാണ്, അങ്ങനത്തെ ഒരു ലെവലിലാണ് ആൾക്കാർ കാണുന്നത്. മനസ്സിലായി, മണ്ടന്മാരാണ്. സോറി. ഉമ്മിക്ക് എന്തൊക്കെ ചാൻസ് ഉണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിൽ എന്നെ സ്റ്റേജിൽ കയറ്റാൻ പറ്റും അവിടെയൊക്കെ. ഈവൻ മിമിക്രി മോണാക്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. നമ്മൾ ഫിസിക്കൽ ട്രെയിനർ അല്ല, നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. കാരണം രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8:30 മണി വരെ പ്രാക്ടിക്കൽസ് ഉണ്ട് ഗ്രൗണ്ടിൽ, 10 മണി തൊട്ട് 1 മണി വരെ തിയറി സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 4 തൊട്ട് 6:30 വരെ വീണ്ടും ഈവനിങ് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞ് അസൈൻമെന്റ്, സെമിനാർ, റെക്കോർഡ്, മറ്റേത് മറിച്ചത്, തീസിസ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ ഈ ഡോക്ടറിന് പഠിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ടൈം ഈ ഒരു ഫീൽഡിലേക്ക് വേണ്ടി നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് മുന്നേ ഞാനിങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ അങ്ങനെ പല വാക്കുകൾ പറയുമ്പോൾ അല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള ടേം എടുത്തു പറഞ്ഞു. അതെന്താണ്, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ പറയുന്ന പി ടി ടീച്ചർ എന്നാണ്. ശരിക്കും പി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ട്രെയിനറാണ്. നമ്മൾ ഫിസിക്കൽ ട്രെയിനർ അല്ല, നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. കാരണം നമ്മൾ ഈ BPEDും MPED ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ടീച്ചിങ്ങിൻ്റെ ഒരു ലെവലിലേക്ക് വരുന്നത്. മറ്റേത് അവർക്ക് BPEDിൻ്റെയും MPEDിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കോച്ചിങ്ങും അതുപോലെ കോച്ചിങ് കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച്, ഞാൻ ഇതിനു മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8:30 മണി വരെ പ്രാക്ടിക്കൽസ് ഉണ്ട് ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് 10 മണി തൊട്ട് 1 മണി വരെ തിയറി സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 4 തൊട്ട് 6:30 വരെ വീണ്ടും ഈവനിങ് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞ് അസൈൻമെന്റ്, സെമിനാർ, റെക്കോർഡ്, മറ്റേത് മറിച്ചത്, തീസിസ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. കാരണം നമ്മൾ ഈ ഡോക്ടറിന് പഠിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ടൈം ഈ ഒരു ഫീൽഡിലേക്ക് വേണ്ടി നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഈ ഹാർഡ് വർക്കൊക്കെ ചെയ്തു വരുന്നവർക്ക് കിട്ടുന്ന ഒരു വില ഭയങ്കര കുറവാണ്. പൊതുവേ സ്കൂളിലൊക്കെ ആണെങ്കിലും പി ടി ടീച്ചർ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോഴേ ഭ്രാന്ത് വരും. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തുന്നത്. പക്ഷേ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവൻ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനൊക്കെ. നമ്മൾ വെറുതെ ഡിസിപ്ലിൻ നോക്കുക, പിള്ളേരെ ബസ്സിൽ കയറ്റി വിടുക, വടിയായിട്ട് ഇൻ്റർവൽ ടൈമിലൊക്കെ ഇങ്ങനെ വടിയായിട്ട് നടക്കുക. എക്സാക്ട്ലി. നമുക്കിപ്പം പി ടി ടീച്ചേഴ്സ് എന്ന് പറയുമ്പം സിനിമകളിലാണെങ്കിൽ പോലും എപ്പോഴും ഒരു വടി, അത് മസ്റ്റാണ്. വടി ഇങ്ങനെ കയ്യിൽ പുറകിൽ കെട്ടിയ ഒരു നിപ്പ്, ഇതൊക്കെ നമുക്ക് അല്ല, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാ ടീച്ചേഴ്സും ചെയ്യേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മാത്രമല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ട്രെയിനിങ് പരമായിട്ട് പോകുമ്പോൾ ശരിയാണ്, ഡിസിപ്ലിൻ ട്രെയിനിങ്ങിൻ്റെ ഇൻചാർജ് ആരാണോ അവരാണ് കൊടുക്കേണ്ടത്. പക്ഷേ ടീച്ചേഴ്സിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റിയാണ് ഡിസിപ്ലിൻ നോക്കുക എന്നുള്ളത്. അല്ലാതെ മിക്ക സ്കൂളുകളും, പ്രത്യേകിച്ച് CBSE സ്കൂളൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഡിസിപ്ലിൻ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ പേരായിരിക്കും ആദ്യം ഉണ്ടാവുക. അതിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ളവർ വരുന്നത്. അതെന്തുകൊണ്ടാണ് ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള എക്സ്പോസർ. ഞാനിപ്പോ ടീച്ചിങ് പഠിച്ചപ്പോ ഇനി PhD ചെയ്യാനുള്ള പ്ലാനാ. അപ്പൊ എല്ലാവരും ഇതിന് PhD ഉണ്ടോ തോന്നി. അതാ, അപ്പൊ അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ ക്ഷമിച്ചു കുഴപ്പമില്ല. ശരിക്കും ഇപ്പൊ പറഞ്ഞില്ലേ, തിയറി ഉണ്ട്, തീസിസ് ഉണ്ട്. അപ്പം നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ എല്ലാം ഓട്ടം ചാട്ടം ആ ഒരു സാധനം നമുക്ക് അതിന് അറിവില്ലാത്തതുകൊണ്ടാണ്. എനിക്കാണെങ്കിലും അതിനെപ്പറ്റി അറിവില്ല. ഈവൻ എനിക്കാണെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ BPED, ബാച്ചുലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ BPED ചെയ്തത്. അപ്പോൾ ഈ BPED ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വിചാരം അധികം പഠിക്കാനൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയി ജോയിൻ ചെയ്തതാണ്. പക്ഷെ പെട്ടുപോയി. രാവിലെയും വൈകുന്നേരം വർക്കൗട്ടും കാര്യങ്ങളുണ്ട്, അത് അതിൻ്റെ ഇടയിൽ ക്ലാസ്, ഉറക്കം വരും നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ തിയറിയും കാര്യങ്ങളും, ഈ തിയറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷും സോഷ്യോളജിയും ഒന്നല്ല, അനാറ്റമി, ഫിസിയോളജി, കിൻസിയോളജി, ബയോമെക്കാനിക്സ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് സയൻസ്, ഹിസ്റ്ററി, ഒളിമ്പിക്, അങ്ങനെ എല്ലാം പഠിക്കണം. അതിൻ്റെ കൂടെ ഈ സോഷ്യോളജിയും ഇംഗ്ലീഷും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവുന്നത്. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും, ഒട്ടുമിക്ക ആൾക്കാർക്ക്. സെയിന്റ് ട്രീസാസിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രൗഡാണ്. സെന്റ് ട്രീസാസിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ പഠിച്ചത്? അതെ, അവിടെ തന്നെയാണ് ഡിഗ്രി പഠിച്ചത്. ഒരു സെയിന്റ് ട്രീസാസ് പ്രോഡക്റ്റ് ആണ്. അതെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്. കാരണം സെയിന്റ് ട്രീസാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മൾ കേട്ട് ഇങ്ങനെ തഴമ്പിച്ച ഒരു
കോളേജ് നെയിമാണ്. കാരണം ഒന്ന് ഗേൾസ് കോളേജ് ആണെന്നുള്ളത് കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹൈപ്പ് തോന്നിക്കുന്ന ഒരു ഞങ്ങൾ സംഭവം. അടുത്ത കൊല്ലം സെന്റ് റിസസ് 100 വർഷം തികയാണ്. അപ്പോൾ അതിന്റെ ഒരു സെലിബ്രേഷനും കൂടിയായിട്ട് കോളേജ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ അല്ലേ. സെയിന്റ് ട്രീസാസിനെ പറ്റി എന്താ പറയുള്ളൂ? ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അവിടെ ജോലി കൂടെ ചെയ്യുകയാണ്. വാട്ട് ഇസ് സെയിന്റ് ട്രീസാസ് നമുക്കറിയാം, ബട്ട് സ്റ്റിൽ ആ സെയിന്റ് ട്രീസാസിന്റെ വൈബ് ഇസ് വെരി ഡിഫറെന്റ്. എക്സാക്ട്ലി വെരി ഡിഫറെന്റ്. അവിടുത്തെ കുട്ടികളാണെങ്കിലും അവരുടെ പൊട്ടൻഷ്യൽ ആൻഡ് യുനോ വൈബ് ഇസ് വെരി ടാലന്റ്. അതെ, ടാലന്റ്. അത് എനിക്കൊന്ന് അപ്ബ്രിങ് ചെയ്യുന്നോണ്ടായിരിക്കാം അത് പുറത്തു വരുന്നത്. അത് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് സിറ്റുവേഷൻ കോളേജുകാർ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. എക്സാക്ട്ലി. ഫോർ മീ സെന്റ് റീസസ് ഈസ് മൈ ഫസ്റ്റ് ലവ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 വർഷം ഞാൻ ഈ കോളേജിൽ പഠിച്ച ആ 3 വർഷം തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫ് എന്താണെന്ന് പഠിച്ചതും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്നു, NSSൻ്റെ വോളണ്ടിയർ ആയിരുന്നു, പിന്നെ പല ക്ലബ്ബുകളിലൊക്കെ മെമ്പർ ആയിരുന്നു. കൂടാതെ കലോത്സവം എന്ന് പറയുന്ന ഒരു വേദി, കലോത്സവത്തിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് എന്താണെന്ന് ശരിക്കും പഠിക്കും. അപ്പോൾ സെന്റ് റിസസ് ആണ് ശരിക്കും എന്നെ കുറച്ചും കൂടി ഒന്ന് മോൾഡ് ചെയ്തെടുത്തത് സെന്റ് റിസസ് ആണ്. എൻ്റെ ലൈഫ് ടേണിംഗ് പോയിന്റ് തന്നെ സെന്റ് റിസസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടും കൺസെപ്റ്റൊക്കെ മാറിയത് ഞാൻ STCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം. കാരണം അവിടെ നിന്നുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്. ഞാൻ മഹാരാജാസിൽ പഠിച്ചിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 4.5 കൊല്ലം പഠിച്ചിട്ടുണ്ട്, സെന്റ് റിസസിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ ആൽബർട്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉള്ളത് സെന്റ് റിസസിലാണ്. മനസ്സിലായത്. നമ്മൾ തമ്മിൽ ചെറിയൊരു പരിചയമുണ്ട്. അങ്ങനെ എനിക്ക് സെന്റ് റീസസിൽ വരാനുള്ള ചാൻസും കിട്ടി. ഇവൻ ദോ ഞാൻ അവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ വരാനുള്ള ചാൻസ് കിട്ടി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യാം ലൈക്ക് നിങ്ങളുടെ ഇന്ററാക്ഷൻ, ടീച്ചേഴ്സിനോടുള്ള ഇന്ററാക്ഷനും ഈവൻ സിസ്റ്റേഴ്സ് എടുത്ത് പറയേണ്ടതാണ്. അവർ നിങ്ങളോട് സംസാരിക്കും. പ്രിൻസിപ്പൽ അതെ, എക്സാക്ട്ലി. ഷീ ഈസ് വെരി സ്വീറ്റ് ആക്ച്വലി. അവർ നിങ്ങളോട് മിങ്കിൾ ചെയ്യുന്ന കാണുമ്പോൾ അറിയാം നിങ്ങളുമായിട്ട് എത്രത്തോളം ബോണ്ടഡ് ആണ് എന്നുള്ളത്. എൻ്റെ കൂടെ സെയിന്റ് റീസാസിൽ പഠിച്ചിറങ്ങിയ ഒരാളുണ്ടായിരുന്നു, ഡോണ ചേച്ചി. ആളോടാണെങ്കിലും ഇത്രയും വർഷം പഠിച്ചിറങ്ങിയാണ്, പക്ഷെ ഡോണാന്ന് വന്ന് വിളിച്ച് ആ സ്നേഹം നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ സെയിന്റ് റീസാസിൽ പഠിച്ചത് എന്തായിരുന്നു? സെന്റ് റിസസിൽ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. PG ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം BA ഒക്കെ നന്നായിട്ട് പഠിച്ചതുകൊണ്ട് PGക്ക് എന്നോട് ലിറ്ററേച്ചർ എടുക്കേണ്ടെന്ന് ടീച്ചേഴ്സ് എന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വേറെന്ത് പഠിക്കും എന്നാലോചിച്ചപ്പോഴാണ് എൻ്റെ +2 സാർ എന്നോട് പറഞ്ഞാൽ നീ എന്തായാലും സ്പോർട്സ് ചെയ്യുന്നതിൽ BPED എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ BPEDലേക്ക് പോയത്. ഓക്കെ. അപ്പോൾ പണ്ട് തൊട്ടേ സ്പോർട്സ് ആയിരുന്നോ? കബഡി ഒക്കെ ഉണ്ടായിരുന്നു? പണ്ട് തൊട്ടേ സ്പോർട്സ് അല്ല. ഞാൻ ആക്ച്വലി +1 +2ലാണ് സ്പോർട്സ് വന്നത് ആ ഒരു ഫീൽഡിലേക്ക്. അതിന് മുന്നേ സ്കൂളിൽ CBSE സ്കൂളായിരുന്നു. അപ്പോൾ 10th വരെ സ്പോർട്സ് സ്കൂളിൻ്റെ അകത്തേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മളെല്ലാം ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ അങ്ങനെ കയറുന്നല്ലാതെ വേറെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. +1 +2 ജോയിൻ ചെയ്തത് ഒരു കേരള സിലബസ് സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആക്റ്റീവാണെന്ന് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു സാറുണ്ട്, നീ സാറിൻ്റെ അടുത്ത് പോയി നമുക്കൊരു ടീം റെഡിയാക്കാം. അങ്ങനെ സാറ് കബഡിയുടെ കോച്ചായിരുന്നു, ജോഷി സാർ എന്നാ പേര്. അപ്പോൾ സാറ് കബഡിയുടെ കോച്ചായപ്പോൾ സാറ് കബഡി പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ കബഡി പ്ലെയർ ആയി എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ വരെ പോയി +1 +2. അതിനുശേഷം ഡിഗ്രിക്ക് സെന്റ് റിസസിലും അത്ര വലിയ സ്പോർട്സ് അല്ലായിരുന്നു. ഞാൻ കളിയാകുമ്പോൾ പോകും. കോളേജിൽ കയറിയതിന് ശേഷം സ്പോർട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ ആർട്സിന് കൊടുത്തു, ബാക്കിയുള്ള കാര്യത്തിനൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പരാതി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഞാൻ ടീച്ചറായി വന്നതുകൊണ്ട് അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻടു സ്പോർട്സ് ആണെന്ന് വെച്ചാൽ അത്ര സ്പോർട്സ് പേഴ്സൺ അല്ല, എന്നാലും ഇഷ്ടമാണ്. മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ കാണുന്ന ആളുകൾ ഫുള്ളി സ്പോർട്സ് ആണ് എന്ന് വിചാരിക്കും. പക്ഷേ അല്ല. കാരണം ബങ്ക്മേറ്റ്സിനെ പറ്റി എനിക്കറിയാം. എല്ലാം ചെക്ക് ചെയ്തൂലേ? പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ബങ്ക്മേറ്റ്സ് എന്താന്ന് പറയൂ, ആൾക്കാർക്ക് അറിയട്ടെ. ബങ്ക്മേറ്റ്സ് എന്ന് പറഞ്ഞാല് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. അതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കൊറോണ ടൈമിൽ അറിയാലോ എല്ലാവരും കുക്കിങ്ങും അതുപോലെ തന്നെ കേക്ക് ബേക്കിങ്ങും യൂട്യൂബും ഒക്കെ തുടങ്ങിയത് കൊറോണ. എക്സാക്ട്ലി 3 years മുന്നെയാണ് ഫസ്റ്റ് വീഡിയോ വരുന്നത്, ഇഫ് ഐ എം ഷുവർ. റൈറ്റ്. ബട്ട് ഐ എം നോട്ട് ഷുവർ. ഞാൻ മറന്നുപോയി ഗൈസ്. അതെ, ജോലിക്ക് കയറിയതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ബങ്ക്മേറ്റ്സ് ചെറിയൊരു ചാനലാണ്. ഞാനിങ്ങനെ ചെറിയ വ്ളോഗൊക്കെ ചെയ്യും. അങ്ങനെ. അപ്പൊ ഇൻടു ആർട്സ് അങ്ങനെയും പറയാം അല്ലേ? എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇതേപോലെ ഇന്റർവ്യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ഇതേപോലെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയില്ല. കുറച്ച് സെലിബ്രിറ്റീസിനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതെയോ? അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആങ്കറിങ് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ്. പിന്നെ നമുക്ക് റൈഡിങ്, ബുള്ളറ്റ് റൈഡറാണ് ഞാൻ. അപ്പോൾ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്ഥലങ്ങളെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യത്തെ വീഡിയോസ് ഫുള്ള് അതിനെ ബേസ്ഡ് ആയിരുന്നു. വീൽ എക്സ്പ്ലോർ കൊച്ചി എന്നുള്ള സ്റ്റാർട്ട് ചെയ്തത്. പയ്യെ എല്ലാ ജോണേഴ്സും ക്യാച്ച് ചെയ്ത് വന്നു.
അത് സാഹചര്യം അനുസരിച്ച് അങ്ങനെ പോയതാണ്. പിന്നെ വലുതായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ജോബ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് കാരണം പിന്നെ ജോബിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി. എനിക്ക് തോന്നുന്നു ലേഡീസ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ മെയിൻലി കൂടുതൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് ഇറങ്ങുന്നത് വളരെ കുറവായിരിക്കും. അപ്പം പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, വൈ ദിസ് എന്നുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫാമിലിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നോ വന്നിരുന്നോ? ഫാമിലിയുടെ സൈഡ് പറയുകയാണെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു മുസ്ലിം കുട്ടി ചെറുപ്പത്തിലെ സ്പോർട്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസ്ട്രിക്ഷൻസ്. പക്ഷേ എൻ്റെ ഉമ്മി എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മിക്ക് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്, ഇപ്പോഴും ആളാണ്. അപ്പോൾ ഉമ്മിക്ക് എന്തൊക്കെ ചാൻസ് ഉണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിൽ എന്നെ സ്റ്റേജിൽ കയറ്റാൻ പറ്റും അവിടെയൊക്കെ, ഈവൻ മിമിക്രി മോണാക്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഡാൻസ്, പാട്ട്, മിമിക്രി, മോണാക്ട്, ഡ്രാമ എല്ലാത്തിനും എന്നെ ഉമ്മി കൊണ്ട് സ്റ്റേജിൽ കയറ്റും. കാര്യം എൻ്റെ ചേച്ചി ഒട്ടും ആക്റ്റീവ് അല്ല, ഞാനാണ് കുറച്ചും കൂടി ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മി എൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഉമ്മീൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നിലുള്ളത് കൊണ്ടായിരിക്കാം എന്നെ തന്നെ ഇപ്പോൾ എല്ലാ പരിപാടിക്കും സ്റ്റേജിൽ കയറ്റും. അപ്പോൾ ഉമ്മിക്ക് ഞാൻ സ്പോർട്സ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്തിനാ ഇങ്ങനെ വിടണേ, അയച്ചു വിട്ടേക്കാണ്, അങ്ങനത്തെ ഒക്കെ കുറേ ഡയലോഗൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എപ്പോഴും ഉണ്ട്. പക്ഷേ ഫാമിലി മീൻസ് എൻ്റെ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മിയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ സ്പോർട്സിലെ കുട്ടികളുടെ ഇടയിൽ. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈവൻ കോച്ചസിനും അറിയാമായിരിക്കും, ടീച്ചേഴ്സിനും അറിയാം. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ വലിയ പ്ലെയർ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ ഈ ജസ്റ്റ് ജോയിൻ ചെയ്ത കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഈവൻ ടീച്ചേഴ്സ് പോലും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കയറി വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആവും, അവരുടെ മൈൻഡ് ഭയങ്കര ഡൗൺ ആവും, പിന്നെ അതിലേക്കൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, അങ്ങനെ ചെയ്യുന്ന സ്പോർട്സ് താരങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു കുട്ടീനെ, കയറി വരുന്ന ഒരു കുട്ടീനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്ത്, എത്ര എബിലിറ്റി ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ കോച്ചേഴ്സാണ് അവരുടെ എബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചെന്നുള്ളതാണ്. എനിക്കൊന്ന് കുഞ്ഞിലെ ഒരു ഏജിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, ആസ് വി കൻ സീ, എനിക്ക് നേരത്തെ ഇതിന് മുന്നേ തന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് യു ആർ വെരി വൈബ്രന്റ്. ആക്ച്വലി വളരെ വൈബ്രന്റ് ആയിട്ട്, വളരെ ടോക്കറ്റീവ്. ഈവൻ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം ഇസ് ദാറ്റ് യു ഹാവ് എ ഹ്യൂജ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഐ ഗെസ് എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. മേ ബി എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അത് റിഫ്ലക്ട് നമുക്ക് കാണാം, വി കൻ ഫീൽ ദാറ്റ്, നമുക്കറിയാം. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഉടൻപണത്തിൽ പോയിരുന്നു, റൈറ്റ്? ആ ഒരു ഓപ്പർച്യൂണിറ്റി വരെ എത്തിയത് എങ്ങനെയായിരുന്നു? ഉടൻപണം അതിനു മുന്നേ ഞാൻ വേറൊരു റിയാലിറ്റി ഷോയും കൂടി ചെയ്തിട്ടുണ്ട്, മിനിറ്റ്. അത് കോളേജിൽ നിന്ന് നമ്മൾ മറ്റേ മഹാരാജാസ് വേഴ്സസ് സെൻട്രൽസ് ഒരു കോളേജ് കോമ്പറ്റീഷൻ, ഫസ്റ്റ് ടൈം മിനിറ്റിൽ കോളേജ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ചെയ്തതിൽ കോളേജിനെ റെപ്രസെൻ്റ് ചെയ്ത 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അത് സെലക്ഷനൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് ഈ റിയാലിറ്റി ഷോ ഒക്കെ പണ്ട് മുതൽ ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. മിനിറ്റിൽ ഞാൻ പോകുന്നത് എൻ്റെ ഒരു ചേച്ചിന് ആങ്കറിങ് ഫീൽഡിലുള്ള ഒരു ചിത്ര എന്ന് പറയുന്ന ചേച്ചിയുണ്ട്, ചിത്രപ്പൈ. അപ്പോൾ ചേച്ചി ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് സംസാരിച്ചപ്പോൾ ചേച്ചിയാണ് എനിക്കിങ്ങനെ ഒരു അവസരം നവീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനായിട്ട് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെയാണ് ഉടൻപണത്തിൽ പോയത്. പ്രത്യേകിച്ച് റിസ്ക്കോ അല്ലെങ്കിൽ താമസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്റ്റോറിയും നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് സെറ്റാക്കി തന്നു എല്ലാ കാര്യവും. അപ്പോൾ മിനിറ്റായി, ഉടൻപണമായി. അപ്പോൾ അടുത്തടുത്ത സ്റ്റെപ്സിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നെക്സ്റ്റ് അടുത്തത് എന്ത് എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് ഒന്ന് ലീഡ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ലീഡ് ചെയ്യുന്നത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് മോഹം വരാനുള്ള റീസൺ എന്താണ്? ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട്, അതായത് എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ബിഗ് ബോസിൽ പോകണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പറയാനുള്ള കുറേ മെസ്സേജുകൾ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചതും അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, ഞാനത് എടുത്തു പറയണോണ്ട് ആർക്കൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ അനുഭവിച്ചതും ബാക്കിയുള്ളവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജ് പാസ് ചെയ്യണം, അതിന് പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നിയത്.
പിന്നെ ഇതുപോലെ ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞല്ലോ, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, അതായത് പല ഏരിയയിലുള്ള എൻ്റെ ഫ്രണ്ട്സും ഈ ബിഗ് ബോസിൻ്റെ പ്രൊമോ വരുന്ന സമയത്ത് എനിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ, നീ പൊക്കൂടെ, നീ പോയാൽ നല്ലതായിരിക്കും, നീ പോ അടിപൊളിയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഒന്നും ഞാൻ മൈൻഡിലേക്ക് എടുത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ശരിയാണ്, പോയാലെന്താ നല്ലതായിരിക്കില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഓക്കെ എന്നാൽ രണ്ടും കൽപ്പിച്ച് പോവാം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ സെറ്റാക്കിയത്, ഓഡിഷനൊക്കെ പോവാന്നൊക്കെ ഒരു തീരുമാനം വന്നത്. യു ക്യാൻ പാസ് ഓൺ യുവർ പെർസ്പെക്റ്റീവ്സ് ത്രൂ ദാറ്റ്. ആക്ച്വലി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ കൂടി ഒരു വൈഡ് ഓഡിയൻസിനോട്ട് പെട്ടെന്ന് റീച്ച് വരും. അതാ ഈവൻ എനിക്കൊന്ന് മലയാളി ഓഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് പല ലാംഗ്വേജസിലുണ്ട് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഹിന്ദി ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവരും തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ഒരുപാട് നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കണക്ഷൻസ് പോകുന്ന ഒരു സ്പേസ് ആണ്. അല്ല, മീഡിയ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസ് ആണ്. കാരണം ഈ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് പാസ്സാവുന്ന മീഡിയയിലൂടെയാണ്. മനസ്സിലായില്ല? അപ്പോൾ അത് എവിടെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുന്ന ഈ മീഡിയ വഴിയാണ്. അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നത് കൊണ്ടാണ് എനിക്കൊരു ആ ഒരു ആഗ്രഹം വന്നത്. മനസ്സിലായി. എനിക്കൊന്ന് ഈ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ കൂടുതൽ ഒബ്വിയസ്ലി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് എപ്പോഴും ചൂസ് ചെയ്യുക. എനിക്കൊന്ന് ഇപ്പം റസ്മിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക മറ്റേ സോ കോൾഡ് ഗേളി ഗേൾ അല്ല. അത് കാരണം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. You stand out. ഇന്നൊരു ക്രൗണിൽ നിൽക്കുമ്പോൾ വിൽ നോട്ടീസ് യു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പം ബിഗ് ബോസ് പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫിസിക്കൽ ചാലഞ്ചസ് ആസ് വെൽ ആസ് മെന്റൽ ചാലഞ്ചസ് ആണ് വരുന്നത്. ഫിസിക്കൽ ചാലഞ്ചസിനെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല, ബിക്കോസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനോട് അത് ചോദിക്കാവോ എന്ന് എനിക്ക് അറിയില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ചാലഞ്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻസും ബാരിയേഴ്സും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുക? അഥവാ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ചാൻസ് എന്നുണ്ടെങ്കിൽ ഹൗ ആർ യു ട്രൈങ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്? അതെനിക്ക് തോന്നുന്നു ആ ടൈം ആവുമ്പോഴേ അതിന്റെ ഒരു ഇത് വരുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രീവിയസ് സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്പൊ നമുക്കൊരു അറ്റ്മോസ്ഫിയർ, നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്തുനിന്ന് പോലെ നോക്കുന്നത് പോലെ അല്ല, അകത്തേലും ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ് എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ നമുക്ക് പുറത്തുനിന്നൊരു ധാരണ കാണുമല്ലോ. അങ്ങനെ വാട്ട് വിൽ ബി മോസ്റ്റ് ഡിഫിക്കൽട്ട് ഫോർ യു ഇഫ് യു ഗോയിങ് ഇൻ? എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുക, ഞാൻ ഭയങ്കര സോഷ്യലായിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കുറേ നാൾ അടച്ചിടുക എന്നുള്ളതായിരിക്കും എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. പിന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പക്ഷേ നമ്മളത് പറഞ്ഞിട്ടും നമ്മളത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന് ട്രിഗർ ചെയ്യാൻ വന്നാൽ സീനാകും. വിച്ച് ഇസ് നീഡഡ് ഐ തിങ്ക്. അല്ല, അങ്ങനെ നമ്മൾ ആരും സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ 21ാം സെഞ്ച്വറി ആയാൽ പോലും എത്രയോ പെൺകുട്ടികളാണ് അവരുടെ ഫാമിലിയുടെ അണ്ടറിലും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ അണ്ടറിലൊക്കെ ഇപ്പോഴും മിണ്ടാതെ സഹിച്ച് ഇങ്ങനെ ഓക്കെ ഞാൻ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ പെൺകുട്ടിയാണ്, നീ അടങ്ങി ഒതുങ്ങിയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഇനി മാറി പുറത്തേക്ക് വരണം. എനിക്കൊന്ന് ആ സോഷ്യൽ ഒരു നോം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അബ്രിങ് ചെയ്ത ഒരു സ്റ്റൈല് കൊണ്ടായിരിക്കാം അങ്ങനെ ആയി പോകുന്നത്. അല്ല, അത് ഇൻജെക്റ്റഡ് ആണ്. ആൾക്കാർ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ച് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആൾക്കാർ ഭയങ്കര അഹങ്കാരികളാണ്, തോന്നിവാസിയാണ്, അങ്ങനത്തെ ഒരു ലെവലിലാണ് ആൾക്കാർ കാണുന്നത്. മനസ്സിലായി, മണ്ടന്മാരാണ്. സോറി. എനിക്ക് ഇപ്പൊ റസ്മിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഇഫ് യു എന്നോട് താരം ചോദിക്കുകയാണ് വാട്ട് വുഡ് ബി റസ്മിൻ സ്ട്രാറ്റജി എന്ന് തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു യു വുഡ് ബി ജെനുവിൻ ദെയർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി, കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. അതെ, എന്തായാലും പൊളിക്കട്ടെ, ലൈഫ് ഫുള്ള് പൊളിച്ച് ഇതുപോലെ പോട്ടെ, റൈഡിങ്ങും എല്ലാം ഒരേപോലെ പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. ഞാൻ മീനാക്ഷിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട്, നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നെ എന്താണോ കറക്റ്റ് എന്നെ പുറത്തേക്ക് എടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ആൾക്കാരിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കുക. കൂടുതൽ നല്ല കാര്യങ്ങൾ പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.